Hello everyone. So, നമ്മൾ projection of plane എന്ന യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So far we have discussed some questions. Square, circle, hexagon ഇതൊക്കെ നമ്മൾ നോക്കി. So ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. So ഇവിടെ എന്താണ് circular lamina of 60 mm diameter has square hole of 25 mm sides centrally punched. So ഇവിടെ ഒരു circular shaped plane ആണ്. Lamina means plane of 60 mm diameter. Circular plane diameter 60 mm ആണ്, and there is a square hole at the center of the circle. So ആ square hole ന്റെ square ന്റെ length, ഒരു side length എന്ന് പറയുന്നത് 25 mm ആണ്. So that is the given data. So draw the projection of the lamina when the lamina is resting on HP, when its surface at 30 degree to HP and an angle edge of square hole perpendicular to VP. So ഈ data, ഈ തന്നിരിക്കുന്ന ഡാറ്റ ശ്രദ്ധിക്കണം. Draw the projection of the lamina when the lamina is resting on HP. So horizontal plane ന്റെ മേളിൽ കിടക്കുകയാണ് ആ സർക്കുലർ ഷേപ്ഡ് പ്ലെയിൻ. So that means നമ്മൾ ഒരു ചെറിയൊരു വളയെടുത്തിട്ട് ഒരു ടേബിളിന്റെ മേളിൽ വെക്കുക, എങ്ങനെ ഇരിക്കും? അതുപോലെ ഉണ്ടാവും. So it is resting on the horizontal plane. When with its surface at an angle of 30 degree to HP and an edge of square hole perpendicular to VP. So ഇവിടെ additional ആയിട്ട് തന്നിരിക്കുന്ന 30 degree angle തന്നിട്ടുണ്ട്. That means ആ പറയുന്ന സർക്കുലർ ഷേപ്ഡ് പ്ലെയിൻ അത് ഞാൻ ഹൊറിസോണ്ടലി ഞാൻ ഒരു സ്ഥലത്ത് വെക്കുന്നു. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മേളിലാണുള്ളത്. ദെൻ ഒരു ആംഗിൾ 30 degree ആംഗിൾ കൂടെ അതിനെ ടിൽറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ അതാണ് പറയുന്നത്. And also the square hole ഉള്ള ഒരു ലൈൻ, അതിന്റെ സ്ക്വയർ ഹോൾ എന്ന് പറയുമ്പോൾ there will be 4 edges, 4 lines ഉണ്ടാവും സ്ക്വയറിന്. സോ അതിലുള്ള ലൈൻ, ഒരു ലൈന് പെർപെൻഡിക്കുലർ ടു VP ആണ്. സോ ഇത്രയും ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ ഇങ്ങനെയൊക്കെയുള്ള ഫിഗർ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒഴിവാക്കിയിട്ട് ആ ഒരു ഫിഗറിനെ കൺസിഡർ ചെയ്യുക. ദെൻ യു ക്യാൻ ആഡ് ദ ആംഗിൾ ഓൾസോ. അങ്ങനെ രണ്ട് രീതിയിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സോ നിങ്ങൾക്ക് ആ 3D ഇമേജ്, 3D ഷേപ്പ് കുറച്ചും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ 3Dയിൽ തന്നെ വരച്ചിട്ടുണ്ട്. സോ ഇതാണ് ഈ ഡാറ്റ. ഡയമീറ്റർ 60 mm, ആംഗിൾ 30 degree ആൻഡ് സ്ക്വയർ ഓഫ് ലെങ്ത് 25 mm, സ്ക്വയർ ഹോൾ ലെങ്ത്. സോ ഇങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു ഫിഗർ ഏകദേശം ഉണ്ടാവുക. Okay, so it is resting on the horizontal plane. So this is a horizontal plane actually. This is horizontal plane. This is vertical plane. So horizontal plane ന്റെ മേളിൽ അതിങ്ങനെ കിടക്കുകയാണ്, അത്രേ ഉള്ളൂ. സോ ഇതാണ് ആ ഒരു പ്ലെയിൻ. സോ ഇതിനെ ഈ ഒരു ഷേപ്പിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണേൽ തരാം. അതായത് സ്ക്വയർ ഹോളിന് പകരം ട്രയാങ്കുലർ ഷേപ്ഡ് ഹോൾ തരുന്നു. ബാക്കിയുള്ള ഡാറ്റാസ് ഒക്കെ സെയിം. അതായത് ട്രയാങ്കുലർ ഹോള്, വൺ ഓഫ് ദ എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. ഇനി അത് ആ ഒരു ഡാറ്റ കൂടി തന്നിട്ടുണ്ട്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിലുള്ള ഒരു എഡ്ജ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുവാണെങ്കിൽ സ്ക്വയറിലുള്ള ഒരു എഡ്ജ്, ദിസ് എഡ്ജ് ഈസ് ആക്ച്വലി പെർപെൻഡിക്കുലർ ടു VP. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 90 degree. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ VP. സോ വെർട്ടിക്കൽ പ്ലെയിൻ. So one of the edge of square will be perpendicular to VP. One of the edge എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് എഡ്ജും ഒരുപോലെ തന്നെയാണ്. Both of them are perpendicular to VP. So ഇതേപോലെ ട്രയാങ്കിൾ ആണ് തരുന്നതെങ്കിൽ ട്രയാങ്കിളിന്റെ ഈ ഒരു എഡ്ജ്, this edge is perpendicular, അതേ ഉള്ളൂ. ഓക്കെ, സോ ആദ്യം എന്ത് ചെയ്യുന്നു? വിത്തൗട്ട് ഇൻക്ലിനേഷൻ നമ്മൾ ഒരു ആ സർക്കിളിനെ ഒരു ഇമാജിൻ ചെയ്തെടുക്കുന്നു. Now then I am going to give the inclination of 30 degree. 30 degree ആംഗിളും കൂടെ ഇൻക്ലിനേഷൻ കൊടുക്കുന്നു. HP യിലേക്കാണ്. ആംഗിൾ ഈസ് മേക്കിംഗ് ടു ദ HP. ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ക്വസ്റ്റ്യനിൽ തന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ആ ആംഗിൾ മേക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ the angle will be like this, 30 degree angle. കുറച്ചൊന്ന് പൊന്തി ഇങ്ങനെ വരും. So this is the required figure. So ഈ ഒരു ഫിഗറിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ വരക്കേണ്ടത്. സോ പ്രൊജക്ഷൻ വരക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ഇപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ എക്സാമിൽ വരക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് വരച്ചു തന്നത്. സോ എക്സാമിൽ നിങ്ങൾ ആൻസർ വരക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വിത്തൗട്ട് ഇൻക്ലിനേഷൻ നമ്മൾ വരക്കുക, എന്നിട്ട് ഇൻക്ലിനേഷൻ കൂടെ കൊടുത്താൽ മതി. ദാറ്റ്സ് സിമ്പിൾ. സോ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസിൽ വിത്തൗട്ട് ഇൻക്ലിനേഷൻ പറയുമ്പോൾ there will be two views. ഒന്ന് ഫ്രണ്ട് വ്യൂ ഈ ഒരു ആരോ മാർക്കിന്റെ ഡയറക്ഷനിൽ
ടോപ്പ് വ്യൂ ഈ ഒരു arrow മാർക്കിന്റെ ഡയറക്ഷനിൽ ഉണ്ടാവും. സോ ഫ്രണ്ട് വ്യൂ എന്താണ്, നമ്മളിപ്പോൾ എപ്പോഴും പ്രൊജക്ഷൻ വരക്കുമ്പോൾ ആദ്യം ഒരു XY ലൈൻ വരക്കും. XY ലൈൻ വരച്ചിട്ട് XY ലൈനിന്റെ മേളിൽ ഫ്രണ്ട് വ്യൂ വരക്കും, താഴെ ടോപ്പ് വ്യൂ വരക്കും. സോ ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് VP ആണ്. ദിസ് ഈസ് ആക്ച്വലി VP and this is HP. Okay, now ഈ VP ഇത് എന്താണ്, ബ്ലാങ്ക് ആണ്, there is no figure. സോ ആക്ച്വലി ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്. സോ ദിസ് പ്ലെയിൻ ഈസ് നോട്ട് ഹാവിങ് എനി തിക്നെസ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ മേളിൽ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ വരൂ, ആ ഒരു ലൈന് മാത്രമേ വരൂ, തിക്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പകരം ഞാനിപ്പോൾ തിക്നെസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, 3D ഒബ്ജക്റ്റ് ആണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്, തിക്നെസ് ഉള്ള ഒബ്ജക്റ്റ് ആണ് ഇവിടെ വെക്കുന്നതെങ്കിൽ ആ തിക്നെസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ തിക്നെസ് ഇല്ല, ദിസ് ഇസ് പ്ലെയിൻ. സോ അതുകൊണ്ട് തന്നെ ആ തിക്നെസ് സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ കാണാൻ പറ്റൂ. ആൻഡ് ദെൻ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്താണ്, ടോപ്പ് വ്യൂവിൽ നമുക്ക് സർക്കിൾ കാണാൻ പറ്റും. സർക്കിൾ വരക്കുമ്പോൾ ഇതിന്റെ ഈ ലൈനിന്റെ രണ്ട് സൈഡിലും പ്രൊജക്ഷൻ എടുത്തിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരക്കുന്നു. സോ ഇതാണ് സിംപിളസ്റ്റ് വ്യൂ. വിത്തൗട്ട് ഇൻക്ലിനേഷൻ ഇങ്ങനെ ഉണ്ടാവും. സോ ആ ഒരു ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ലൈക്ക് ദിസ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വിത്തൗട്ട് ഇൻക്ലിനേഷൻ കൊടുക്കണം. സോ വിത്തൗട്ട് ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്, 60 mm ആണ്. 60 ആണ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. സോ ആ 60 mm ലെങ്ത്തിലുള്ള ഒരു ലൈൻ ആദ്യം വരക്കുന്നു XY ലൈനിന്റെ മേളിൽ. സോ ദാറ്റ് ഈസ് A' എന്ന ലൈൻ, A' എന്ന ലൈൻ ആണത്. ഓക്കെ, സോ ആ ലൈനിന്റെ ലെങ്ത് 60 mm ആണ്. സോ നൗ എയിൽ നിന്നും ഇയിൽ നിന്നും A' എന്ന പോയിന്റ് നിന്നും E' എന്ന പോയിന്റ് നിന്നും ഞാൻ എന്ത് ചെയ്തു, വെർട്ടിക്കൽ ലൈൻസ് എടുത്തു. ആദ്യം ഈ ഒരു ലൈൻ വരക്കുന്നു, ദെൻ പ്രൊജക്ഷൻസ് എടുക്കുന്നു, രണ്ട് വശത്തുനിന്നും പ്രൊജക്ഷൻ എടുക്കുന്നു. ദെൻ അതിനുശേഷം ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് സർക്കിൾ വരക്കുന്നു. ഓക്കെ, സർക്കിൾ വരക്കുന്നു, ദാറ്റ് ഈസ് ഹാവിംഗ് ഡയമീറ്റർ ഓഫ് 60 mm. നൗ സെൻട്രൽ പഞ്ച്ഡ് ഹോൾ വരക്കണം. ആ സ്ക്വയർ ഹോളിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 25 mm ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം സെന്റർ കണ്ടുപിടിക്കും സർക്കിളിന്റെ, ദെൻ 25ന്റെ പകുതി, that is 12.5. 12.5 ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെയും മാർക്ക് ചെയ്യുക. From this point you can mark 12.5. Then എന്ത് ചെയ്യുക, ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ വരക്കാൻ കഴിയും. നൗ ഇനി അടുത്തത് എന്ത് ചെയ്യണം, ഇത്രയും വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇൻക്ലിനേഷൻ ഒഴിവാക്കിയിട്ടാണ് വരക്കുന്നത്. സോ ഇൻക്ലിനേഷൻ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം ഇൻക്ലിനേഷൻ കൂടെ കൊടുക്കുന്നു. സോ ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വരുന്നു, 30 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻക്ലൈൻഡ് ടു വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിൻ ആണിത്. സോ ദിസ് ഈസ് വെർട്ടിക്കൽ പ്ലെയിൻ. സോ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് കിട്ടുക. സോ ഇറ്റ് വിൽ ബി എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. സോ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. സോ ദിസ് ലൈൻ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ആദ്യം വരച്ച ലൈൻ A', E' എന്ന ലൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരക്കുന്നു. ഇറ്റ് വിൽ ബി 30 ഡിഗ്രി ആംഗിൾ വിത്ത് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. റിക്വയർഡ് ആംഗിൾ 30 ഡിഗ്രി ആണ്. ഓക്കെ, ആ ആംഗിളിൽ വരക്കുന്നു. നൗ ഈ ഓരോ പോയിന്റ്സും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സർക്കിളിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ 12 ഈക്വൽ പാർട്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടുത്തെ കേസിൽ ഒരു സ്ക്വയർ കൂടെ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. സോ ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു 8 ഈക്വൽ പാർട്സ്. സോ 8 ഈക്വൽ പാർട്സ് ആക്കാൻ അറിയാലോ, എങ്ങനെയാണ് ചെയ്യുക. 360 ആണ് ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ, ഡിവൈഡഡ് ബൈ 8 വിച്ച് വിൽ ബി 45 ഡിഗ്രി. സോ 45 ഡിഗ്രി ആംഗിളിൽ ഓരോ ആംഗിളും എടുക്കുന്നു, FGH ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ABCD EFGH. അതാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്, ഓരോ പോയിന്റ്സ് ABCD EFGH. അകത്ത് വരക്കുന്ന ഈ ഒരു ലൈൻ, ഡിവിഷൻ ലൈന് വളരെ ലൈറ്റ് ആയിട്ട് വരക്കുക, എന്നിട്ട് മാച്ച് കളയണം. ഓക്കെ, ദെൻ ആഫ്റ്റർ നമ്മൾ ഈ സ്ക്വയർ വരച്ചു. ഇനി അടുത്തത് ഈ ഓരോ പോയിന്റ്സ് ഈ ഓരോ ABCDEFGH ഓരോ പോയിന്റ്സ് വെർട്ടിക്കൽ ലൈൻ എടുക്കുന്നുണ്ടോ. വെർട്ടിക്കൽ ലൈൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു XY ലൈനിന്റെ മേളിൽ വരച്ച ഫ്രണ്ട് വ്യൂവിൽ A', B', H', 1', 2', 3, C', G' ഈ ഓരോ പോയിന്റ്സ് കിട്ടും. 1', 2' എന്ന് പറയുന്നത് സ്ക്വയറിന്റെ പ്രൊജക്ഷൻസ് ആണ്. ബാക്കിയുള്ളതൊക്കെ സർക്കിളിന്റെ പോയിന്റ്സ്, സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള പോയിന്റ്സിന്റെ പ്രൊജക്ഷൻസ് ആണ്.
സോ കൺഫ്യൂസ് ആവരുത്. ഓക്കെ, ഓക്കെ. നൗ എന്ത് ചെയ്യുന്നു, ഇത്രയും ലൈൻസ് കിട്ടും. നൗ എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് ഈ ഓരോ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ട് വ്യൂവിന്റെ ആ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പോയിന്റ്സ് അതേപോലെ തന്നെ നമ്മൾ ഈ ഇൻക്ലൈൻഡ് ലൈൻ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആംഗിൾ ഇൻക്ലിനേഷൻ ആണ്. സെയിം ലെങ്തിലുള്ള ലൈൻ ഞാൻ ഒന്നും കൂടെ ഇവിടെ വരക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരക്കുന്നത്? ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൂടെ എക്സ്ട്രാ കൊടുക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വിത്തൗട്ട് ഇൻക്ലിനേഷൻ ഈ സംഭവം വരച്ചതിന് ശേഷം വി ആർ ഗിവിംഗ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. സോ ഈ ലൈന് 30 ഡിഗ്രി ആംഗിൾ കൊടുക്കുന്നു. ദെൻ അഗെയിൻ ഈ ഓരോ പോയിന്റ്സ് കിട്ടും. എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് 1 ഡാഷ് 2 ഡാഷ് ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് കിട്ടും. സോ ഈ ഓരോ പോയിന്റ്സും വെർട്ടിക്കൽ ലൈൻസ് താഴോട്ട് എടുക്കുന്നു. അതേപോലെ ഈ ഓരോ പോയിന്റ്സ് എ ഡാഷ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ആൻഡ് 1 2 3 4 ഈ ഓരോ പോയിന്റ്സ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഞാൻ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു ലൈക്ക് ദിസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസ് എടുക്കുന്നു. സോ ഈ ഓരോ ഹൊറിസോണ്ടൽ ലൈൻസും അതേപോലെ ഈ വെർട്ടിക്കൽ ലൈൻസും മീറ്റ് ചെയ്യും ഓരോ പോയിന്റ്സിൽ. അതായത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സർക്കിളിലുള്ള എ എന്ന പോയിന്റ് ഇവിടെയുള്ള എ ഡാഷ് എന്ന പോയിന്റിലുള്ള ആ ഒരു ലൈൻ, ഈ രണ്ട് ലൈൻസും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ദിസ് വിൽ ബി A1. ലൈക്ക് വൈസ് ബിയിൽ നിന്നും ബി ഡാഷിൽ നിന്നും വരുന്നത് B1, then C1, D1 ഇങ്ങനെ H1 വരെ പോകും. നൗ ബൈ യൂസിങ് ഹാൻഡ് ഡ്രോയിങ്ങിൽ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഈ ഓരോ പോയിന്റ്സും കണക്ട് ചെയ്തിട്ട് കേർവ് വരക്കുന്നു. ദിസ് വിൽ ബി ആക്ച്വലി എൻ എലിപ്സ് ആയിരിക്കും, സർക്കിൾ ആയിരിക്കില്ല. കേർവ് വിൽ ബി എൻ എലിപ്സ്. ഓക്കെ, നൗ ഈ 1 2 3 4 എന്ന സ്ക്വയറിനെ നമ്മൾ ഇവിടത്തേക്ക് പ്രൊജക്ട് ചെയ്തു. 1 എന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ദിസ് ഇസ് ദിസ് ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ. അതേപോലെ ഇവിടെയും ലൈൻ എടുക്കുന്നു. ലൈക്ക് വൈസ് ഇവിടെയുള്ള 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് എന്ന പോയിന്റ്സ് ഒന്ന് വെർട്ടിക്കൽ ലൈൻസ് എടുക്കുന്നു. ദെൻ വി വിൽ ഗെറ്റ് 1 ഉം 1 ഡാഷും മീറ്റ് ചെയ്യുന്നത് 1, ഇവിടെ 1, this will be 2 3 4. so joining these squares will give you the required projection. so ഇങ്ങനെയാണ് ഫൈനൽ ഫിഗർ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.